ഒരിക്കലൊരു മകൻ തന്റെ വയോവൃദ്ധനായ അച്ഛനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ കയറി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഭക്ഷണശകലങ്ങൾ കയ്യിൽ നിന്നും വായിൽ നിന്നും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ദേഹത്തും വീഴുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലെ മറ്റാളുകൾക്ക് ആ കാഴ്ച വളരെ അലോസരമായി തോന്നി. അവർ ആ അച്ഛനെയും മകനെയും തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ മകൻ ഒരു ചെറുപുഞ്ചിരിയോടെ നിശബ്ദനായി അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതും ആസ്വദിച്ച് നോക്കിയിരുന്നു. അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ മകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു. അതിനുശേഷം അച്ഛന്റെ കൈ കഴുകി ദേഹത്തു പറ്റിയ ഭക്ഷണം തുടച്ചുകളഞ്ഞ് മുടി ചീകി കണ്ണട നേരെയാക്കി അയാൾ അച്ഛനുമായി വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങുമ്പോൾ റെസ്റ്റോറന്റിലെ മുഴുവൻ ആളുകളും നിശബ്ദരായി അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ മകന്റെ മഹത്വം മനസ്സിലാക്കി സ്വയം ലജ്ജിച്ച് തലകുനിക്കുവാനുള്ള ബോധം പോലും അവിടെ കൂടിയവർക്കുണ്ടായിരുന്നില്ല. വെയിറ്റർക്ക് ബില്ലിലെ തുക നൽകി അയാൾ അച്ഛനുമായി പുറത്തേക്ക് പോകാനൊരുങ്ങി. അവരിറങ്ങിയതും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പ്രായമായ ഒരാൾ ആ മകനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടാണോ പോകുന്നത്? ആ മകൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാനൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഓരോ മക്കൾക്കും വലിയൊരു പാഠവും ഓരോ അച്ഛനും വലിയൊരു പ്രതീക്ഷയും വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നമ്മെ ഒരു കാലത്ത് സംരക്ഷിച്ചവരെ നമ്മൾ തിരികെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മിലെ നന്മയും മഹത്വവും വെളിവാകുന്നത്.